ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത കുഴിയിൽ വീണ്ടും ബൈക്ക് വീണു. യുവാവിന് ഗുരുതര പരിക്ക്. യുവാവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെ അപകടം നടന്നതിന് സമീപത്തെ മറ്റൊരു കുഴിയിലാണ് ഇപ്പോൾ വീണ്ടും അപകടമുണ്ടായിട്ടുള്ളത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, ഒരേ റോഡിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അപകടങ്ങൾ പതിവാകുന്നു. എന്താണ് വിവരങ്ങൾ? കീർത്തന, ആദ്യം അപകടം ഉണ്ടായത് കായംകുളം KPC ജംഗ്ഷന് സമീപമാണ്. അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കമലാലയം ജംഗ്ഷനിലാണ് ഏകദേശം ആദ്യ അപകടത്തിന് 1 മണിക്കൂറിനുള്ളിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടാകുന്നത്. ഇത് ഐക്യ ജംഗ്ഷൻ സ്വദേശിയായ നബീൻ ഷായാണ് ഗുരുതര പരിക്ക് പറ്റി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ഇതും സമാനമായ രീതിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വലിയ കുഴി കാഴ്ച മറയ്ക്കും വിധം, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ചയിൽ പെടാത്ത രീതിയിൽ ഈ റോഡിന് സമീപത്തായി ഉണ്ടായിരുന്നു. അതിലേക്കാണ് ഈ ഇരുചക്ര വാഹനവുമായി നബീൻ ഷാ വീഴുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെയും നേരത്തേതിന് സമാനമായി ഇത്തരത്തിലൊരു കുഴിയുണ്ട് എന്നുള്ളതിന്റെ ഒരു അപകട മുന്നറിയിപ്പുമില്ല. ഏറ്റവും പ്രധാനമായി നാട്ടുകാർ പറയുന്നത്, രാവിലെ പകൽ വെളിച്ചത്തിൽ ഉള്ള രീതിയിലായിരിക്കില്ല രാത്രി ഈ റോഡും സമീപത്തെ കുഴികളുമൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് പകലുണ്ടായിരുന്ന ഒരു ഘടന പൂർണ്ണമായും രാത്രിയാകുമ്പോഴത്തേക്ക് മാറ്റും. ഡിവൈഡറുകളും മറ്റും അവിടെ നിന്നെടുത്ത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നത് പതിവാണ് എന്നുള്ളൊരു വിമർശനം, എന്നൊരു ആരോപണം നാട്ടുകാർ പറയുന്നുണ്ട്. അതാണ് ഈ രാത്രി ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുന്നിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയാത്തതാ എന്നുള്ളൊരു കാരണമാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ വെളിച്ച സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ അപകട സാധ്യത വളരെ വലുതാണ്. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വെളിച്ച സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 അപകടങ്ങൾ നടന്നിടത്തും വെളിച്ച സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ സമീപത്തൊക്കെ വൈദ്യുതി തടസ്സം കൂടി നേരിട്ടാൽ വീടുകളിൽ നിന്നുള്ള വെളിച്ചം പോലും റോഡിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും തുടർച്ചയായി 2 അപകടങ്ങൾ, 1 മണിക്കൂറിനുള്ളിൽ 2 അപകടങ്ങളാണ് ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത ഓട നിർമ്മാണത്തിന് വേണ്ടി എടുത്ത കുഴിയിൽ വീണ ഉണ്ടായിരിക്കുന്നത്. ഈ മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ 2 കുഴികളിലും ഒരാൾ പൊക്കത്തിലുള്ള വെള്ളവും ഉണ്ടായിരുന്നു. അത് അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവസാനം ഉണ്ടായ അപകടത്തിൽ നബീൻ എന്ന് പറയുന്ന യുവാവിന് അതീവ ഗുരുതര പരിക്കാണുള്ളത്. വണ്ടാനത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ നിരന്തരമായി ഈ ഓരോ കിലോമീറ്റർ അളവിൽ ഒരുപാട് കുഴികൾ ഈ പ്രദേശത്തുണ്ട് എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും രാത്രി യാത്ര അതീവ ജാഗ്രതയോടുകൂടി വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ അപകടങ്ങൾ നമ്മളോട് പറയുന്നത്. കീർത്തന, അതായത് 1 മണിക്കൂറിനിടെ 2 അപകടങ്ങളാണ് ഇപ്പോൾ ഒരേ പാതയിൽ ഉണ്ടായിട്ടുള്ളത്. കായംകുളത്ത് ദേശീയപാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ അല്പസമയം മുൻപാണ്, അത് 11 മണിയോട് അടുത്താണ്, നൂർനാട് സ്വദേശി ആരോമൽ M ഈ കുഴിയിൽ വീണ് മരിച്ചത്. അപ്പോഴൊക്കെ ഈ പ്രദേശത്ത് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അവിടുന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. വീണ്ടും ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്ക് എന്നുള്ള വാർത്ത വരുന്നു. അശ്വിൻ, ഈ പാതയിൽ ഈ ഇത്തരത്തിലുള്ള കുഴികളുള്ളത്, അല്ലെങ്കിൽ ഈ അപകടമാണ് ഈ പാതയിൽ ഉടനീളം പതുങ്ങിയിരിക്കുന്നുള്ള കാര്യം പലപ്പോഴായി അധികൃതരെ ഈ പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ടോ? അവിടെ യാതൊരു തരത്തിലുള്ള അപകട മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ അപായ ചിഹ്നങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കീർത്തന നാട്ടുകാർ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മറ്റു വാഹനങ്ങളിലെ ആളുകളാണ് നമ്മൾ ഈ കാര്യം വിളിച്ചു പറയുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, പകൽ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല രാത്രി റോഡിന് ഉണ്ടായിരിക്കുന്നത്. അതായത് പകൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനും ഇത്തരത്തിൽ മുന്നിലൊരു കുഴിയുണ്ട് എന്ന് തിരിച്ചറിയാനും ഒക്കെയായി ഡിവൈഡറുകളും ഒപ്പം മറ്റ് കയറുകളും ഒക്കെ കെട്ടി റോഡ് വേർതിരിക്കുന്നുണ്ട് ഈ കുഴികളുമായി. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ, രാത്രിയാകുമ്പോൾ ഈ ഡിവൈഡറുകളും ബാരിക്കേഡുകളും ഒക്കെ ഈ നിർമ്മാണ കമ്പനികൾ തന്നെ അവിടെ നിന്നെടുത്ത് മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്ന ഒരു പതിവ് ഈ കായംകുളത്തെ ഈ കുഴികളുടെ സമീപത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ അപകടത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. രാത്രി എന്തിനാണ് ഈ ബാരിക്കേഡുകളെടുത്ത് മാറ്റി അപകട മുന്നറിയിപ്പൊക്കെ മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതാണ് ഈ 2 അപകടങ്ങൾക്ക് പ്രധാനമായ ഒരു കാരണമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ നിലവിൽ ഇപ്പോൾ 2ാമത്തെ അപകടം ഉണ്ടായിരിക്കുന്ന KSRTC ജംഗ്ഷൻ സമീപമുള്ള കമലാലയം ജംഗ്ഷനിൽ അതും ആദ്യത്തെ അപകടത്തിന് സമാനമായ രീതിയിൽ വലിയൊരു കുഴിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിലും രാത്രി വെളിച്ച സംവിധാനമില്ലാതെ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അത് വലിയ വെല്ലുവിളിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് മുന്നിൽ കണ്ട കുഴിയാണ്. അവിടെ വാഹനം നിയന്ത്രിച്ച് നിർത്താൻ ഈ യുവാവിനായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ കുഴിയിലേക്ക് വീഴുന്നത്. അവിടെയും സമാനമായ രീതിയിൽ ഒരു ഓടയാണ്. ഓട എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ഡെക്കിന് സമാനമായ രീതിയിൽ റോഡിന് മറുവശത്ത് നിന്ന് ഈ അപ്പുറത്തേക്ക് കേബിളുകളും മറ്റുമൊക്കെ കൊണ്ടുപോകാനായി ഒരാൾ പൊക്കത്തിൽ നിർമ്മിക്കുന്ന ഒരു ഓടയാണ്. അത് റോഡ് നിർമ്മാണത്തിൽ ഓരോ കിലോമീറ്റർ നിശ്ചിത ദൂരപരിധിയിൽ ഈ സംഭവം, ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഡെക്ക് നിർമ്മിക്കാറുണ്ട് ദേശീയപാതകളിൽ. അങ്ങനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെക്കാണ്. ആ ഡെക്കിന്റെ
ഡെക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വലിയ കുഴിയാണ്. ഏകദേശം ഒരാൾ പൊക്കത്തിലധികം ഉയരമുള്ള കുഴിയാണ്. അതിൽ ഏകദേശം പകുതിയോളം വെള്ളവും ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലേക്കാണ് കോൺക്രീറ്റ് അടക്കം ഇട്ടിരിക്കുന്ന ഈ സ്ഥലത്തേക്കാണ് ഈ യുവാവ് വാഹനവുമായി വീഴുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ആഘാതം അത് വളരെ വലുതാണ്. ഈ വാഹനത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുക എന്നത് മാത്രമല്ല, അതിൽ വെച്ചിരിക്കുന്ന ഈ ഡെക്ക് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മാണമാണ്. അതിലേക്ക് തലയടക്കം ഇടിച്ച് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആഘാതം തീർത്തും ചെറുതല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ യുവാവ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവറും അടക്കം പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ലഭ്യമല്ല. ഈ രാത്രി വെളിച്ച സംവിധാനങ്ങളില്ലാത്ത, പ്രത്യേകിച്ച് നിർമ്മാണം നടക്കുന്ന പാതകളിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ല എന്നുള്ള. അതെ, അത് തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. 1 മണിക്കൂറിനിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ അപകടം. അല്പസമയം മുൻപുണ്ടായ അപകടത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. ഇപ്പോൾ അതേ പാതയിൽ മറ്റൊരു കുഴിയിൽ വീണ ഒരു യുവാവിന് ഗുരുതര പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.